നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം സ്വദേശിവത്കരണ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ അതിനുള്ള കരുക്കൾ അവർ നീക്കുന്നുണ്ട്. നിശ്ചിത ശതമാനം സ്വദേശികളെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിലെടുപ്പിക്കണം എന്നതാണ് വ്യവസ്ഥ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനം. UAE ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഇമിറാത്തിവത്കരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിർദ്ദേശങ്ങൾ ഇപ്പോൾ അധികൃതർ പുറത്തിറക്കിയിരിക്കുകയാണ്. സ്വകാര്യ മേഖലയിൽ നിർബന്ധിത സ്വദേശിവത്കരണം നടപ്പാക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കവെയാണ് പുതിയ നിർദ്ദേശം. അതായത് ഇമിറാത്തികൾക്ക് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ പരസ്യങ്ങൾ നൽകുന്നതും കുറഞ്ഞ ശമ്പളം നൽകുന്നതും കുറ്റകരമായി കണക്കാക്കപ്പെടും. മാനവ വിഭവശേഷി എമിറൈസേഷൻ മന്ത്രാലയമാണ് പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഇമിറാത്തിവത്കരണവുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ ചെയ്യുമ്പോൾ സർക്കാരിന്റെ ഇമിറാത്തിവത്കരണ നയങ്ങളും ഗുണങ്ങളും പരാമർശിക്കരുത്. ഇല്ലെങ്കിൽ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങിയിരിക്കണം. അടുത്തത്, നിലവിലില്ലാത്ത ജോലികളെക്കുറിച്ചോ അവസരങ്ങളെക്കുറിച്ചോ തെറ്റിദ്ധാരണാജനകമായ പരസ്യങ്ങൾ നൽകരുത്. 3. ഇമിറാത്തിവത്കരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് പരസ്യത്തിൽ വിശദീകരിക്കരുത്. 4. ഇമിറാത്തി പൗരന്മാർക്ക് ഉചിതമായ തൊഴിൽ സാഹചര്യങ്ങളും ഉപകരണങ്ങളും സൗകര്യങ്ങളും തൊഴിൽ പരിശീലനവും നൽകണം. 5. ഇമിറാത്തികൾക്ക് സർക്കാർ ആനുകൂല്യം നൽകുന്നുണ്ട് എന്ന കാരണത്താൽ അവരുടെ ശമ്പളത്തിൽ കുറവ് വരുത്തരുത്. 6. സഹപ്രവർത്തകരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇമിറാത്തി ജീവനക്കാർക്ക് കുറഞ്ഞ ശമ്പളം നൽകുന്നത് കുറ്റകരമാണ്. അടുത്തത്, തൊഴിലുടമകൾ ഇമിറാത്തി ജീവനക്കാർക്കായി മന്ത്രാലയത്തിൽ നിന്ന് തൊഴിൽ ലൈസൻസ് നേടിയിരിക്കണം. തൊഴിൽ കരാർ ഉണ്ടാക്കുകയും നിയമപരമായ ശമ്പളം നൽകുകയും ചെയ്തിരിക്കണം. 8. തൊഴിൽ പെർമിറ്റ് അനുവദിച്ച് 1 മാസത്തിനുള്ളിൽ ജീവനക്കാർ പെൻഷൻ, ഇൻഷുറൻസ് പദ്ധതികളിൽ രജിസ്റ്റർ ചെയ്യണം. ഇതൊക്കെയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. മാത്രമല്ല, സ്വദേശി ജീവനക്കാരുടെ ശമ്പളം വെട്ടിച്ചുരുക്കുന്ന കമ്പനികൾക്കെതിരെ UAE മുന്നറിയിപ്പുമായി എത്തിയിരുന്നു. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ എടുക്കുമെന്നാണ് തൊഴിൽ മന്ത്രാലയം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. UAE ഇമിറാത്തി ജീവനക്കാരെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ ചില ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ ഈ ആനുകൂല്യത്തിന്റെ മറ പിടിച്ച് ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് തൊഴിൽ മന്ത്രി അബ്ദുൾ റഹ്മാൻ അൽ അവാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. തൊഴിൽ മേഖലയിലെ സ്വദേശിവത്കരണം സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇമിറാത്തിവത്കരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും ദുരുപയോഗം ചെയ്യരുത്. ഇത്തരം നടപടികളെ കർശനമായി കൈകാര്യം ചെയ്യുമെന്ന് കടുത്ത ഭാഷയിൽ തന്നെ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2026ഓടെ സ്വകാര്യ മേഖലയിൽ 10% ഇമിറാത്തിവത്കരണം എന്നതാണ് UAE സർക്കാരിന്റെ ലക്ഷ്യം. അടുത്ത വർഷം ജനുവരിയോടെ 2% പൂർത്തിയാക്കിയിരിക്കണം. കൂടുതൽ സ്വദേശികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് വർക്ക് പെർമിറ്റ് ഫീസിലും മറ്റും ഇളവ് നൽകുന്നുണ്ട്. ഒപ്പം അടുത്ത വർഷം സ്വദേശികളുടെ ശമ്പളം വർദ്ധിക്കുന്നുണ്ട്. ഇതിന്റെ മറപിടിച്ചാണ് കമ്പനികൾ UAE പൗരന്മാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.